അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ TRM calidad. ഇപ്പം നിങ്ങൾക്കറിയാം ഏറ്റവും പെട്ടെന്ന് തന്നെ വൈറലായി കുറേ പേര് യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അതായത് മോട്ടീവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായ പോലും ഇത് നമ്മുടെ കോഴിക്കോട് ബേസ്ഡാണ്. നമ്മുടെ കേരളം കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. കോഴിക്കോട് കല്ലായിയാണ് ഇതിൻ്റെ ഫാക്ടറി. ഇതിന് വയസ്സാണ്. അപ്പം ഇതിൻ്റെ പ്രോഡക്റ്റാണ് ഇന്ന് യൂസ് ചെയ്ത് നോക്കുന്നത്. TRMൻ്റെ ഇത് ചെയിൻ ലൂബാണ്. ഇതിൻ്റെ MRP വന്നിട്ട് 185. ഇത് ചെയിൻ ക്ലീനറാണ്. 195 MRP. എനിക്കൊരു 170 റേഞ്ചിനൊക്കെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ വീഡിയോ, അതായത് ഈ സാധനം ഞാൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. നല്ലൊരു റെസ്പോൺസ് എനിക്ക് കിട്ടിയത്, നല്ലൊരു ഫീഡ്ബാക്ക് തന്നെ കിട്ടി. അതായത് നമുക്ക് നമ്മളെ എല്ലാവരുടെയും പ്രശ്നമാണ് ചെയിൻ ലൂബ് അടിച്ച് കഴിയുമ്പം പിന്നീട് താഴേക്ക് ഇറങ്ങി വന്ന് റിമ്മിലൊക്കെ ആയി ആകെ ഒരു കറ പോലെ ആവും. അത് ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ, മാറ്റ് ബ്ലാക്ക് വീലൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ ആ ഒരു പ്രശ്നം ഇതിനകത്തില്ല. ആ ലൂബ് അതിൽ പറ്റി പിടിച്ചിട്ട് ഇറങ്ങത്തില്ല, ചെയിനെ തന്നെ നിന്നോളും. ഇത് ചെയിൻ ക്ലീനറാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നതിന് മെയിനായിട്ട് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇത് നല്ല പെർഫോമൻസ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാൽ പോലും ഞാൻ അത് ജസ്റ്റ് കാണിക്കാം. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്ത് തുടങ്ങാം. നമ്മുടെ TRMൻ്റെ പിള്ളേർ ഇവിടെ ഇരിപ്പുണ്ട്. ചെയിൻ ക്ലീനറും ചെയിൻ ലൂബുമാണ്. രണ്ടും 150 ml ബോട്ടിലാണ്. ചെയിൻ ക്ലീനറിന് വന്നിട്ട് 195 രൂപയാണ് MRP. ചെയിൻ ലൂബിനാണെങ്കിൽ 185 രൂപയാണ് MRP. നമ്മളൊരു ബ്രഷും പുതിയ മേടിച്ചിട്ടുണ്ട്. ചെയിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല അഴുക്കുണ്ട്. ഇത് പുതിയ ചെയിനാണ്. ഒരു 600 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ചെയിൻ മാറിയിട്ട്. ഫസ്റ്റ് ക്ലീനിങ് ആണ്. ഈ ഒരു അഴുക്ക് നിങ്ങൾ കണ്ടല്ലോ. ഇനി ഇത് നമ്മുടെ ചെയിൻ ക്ലീനർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ചെയിൻ ക്ലീനർ ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചെയിൻ ലൂബ് ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു റിസൾട്ട് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പ്രോഡക്റ്റ്സ്, ഈ TRMൻ്റെ പ്രോഡക്റ്റ്സ് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. നമ്മൾ കഴിവതും ചെയിൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സ്പ്രോക്കറും കൂടെ അഴിച്ച് അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിച്ചേക്കണം. എന്നാലേ കറക്റ്റ് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ ചെയിൻ ക്ലീനർ എടുക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് കുലുക്കിയേക്കണം. എന്നിട്ട് ഇത് അടിക്കാവുള്ളൂ. കുലുക്കി അടിക്കണം. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും അത്യാവശ്യം സ്പ്രേ ആയിട്ടുണ്ട്. ഇനി ക്ലീൻ ചെയ്ത് നോക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഈ ചെയിൻ ക്ലീനറിന്. നമ്മൾ ഈ ഒരു ബ്രഷ് ഹാൻഡ് മാത്രമാണ് ഇങ്ങനെ എഞ്ചിൻ ഓണാക്കിയിട്ട് ക്ലീൻ ചെയ്യുന്നത്. നോർമൽ ബ്രഷ് വെച്ച് ഒരിക്കലും ഇങ്ങനെ ചെയ്യൽ കൈ നല്ല രീതിയിൽ പണിയിട്ടാൻ ചാൻസ് ഉള്ളതാണ്. അഴുക്ക് ഇളകി വരുന്നുണ്ടോ? ഫസ്റ്റ് ചെയിൻ ഉണ്ട്, നല്ല ഗ്രീസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ചെയിൻ വരുമ്പോൾ നമുക്കറിയാം കമ്പനിയിൽ നിന്ന് വരുമ്പോഴേ ഗ്രീസ് അപ്ലൈ ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് പോലും സംഭവം ഇളക്കി എടുക്കുന്നുണ്ട്. ഗ്രീസ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൻ്റെ കറക്റ്റ് പെർഫോമൻസ് കിട്ടിയില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും സംഭവം കൊള്ളാം. സാധാരണ ചെയിൻ ക്ലീനറോ അല്ലെങ്കിൽ ഡീസൽ ഒക്കെ വെച്ച് നോക്കുമ്പം ഡിഫറൻസ് ഉണ്ട്. ഇച്ചിരി സമയം എടുക്കും. നന്നായിട്ട് ഇത് കുറച്ച് നേരം ഉരച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇളകി വരത്തുള്ളൂ. നല്ല പണിയെടുക്കണം. കണ്ട ഇളകി വരുന്നുണ്ടോ? ഗൈസ്, അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ ഈ ചെയിൻ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. സംഭവം വലിയ ഭീകര പെർഫോമൻസ് ഒന്നും ഇല്ല. എന്ന് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ചില വീഡിയോസിലൊക്കെ അതിൻ്റെ പ്രൊമോഷൻ വീഡിയോയിലൊക്കെ ഞാൻ കണ്ട്, അതായത് ഈ ചെയിൻ ക്ലീനർ ജസ്റ്റ് സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ അഴുക്ക് ഇങ്ങനെ ഇളകി വരുന്ന പോലെ, കംപ്ലീറ്റ് ഇളകി ഒരു വാഷിംഗ് മെഷീനിൽ ഇളകി വരുന്ന പോലെ കാണിച്ച്. അങ്ങനെ ഒരു ഭീകര പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിച്ച് ആ രീതി യൂസ് ചെയ്യേണ്ട. കാരണം എനിക്ക് തോന്നുന്നില്ല, അല്ലെ ഒരു പക്ഷേ അവർ ഒരു ബോട്ടിൽ ഫുള്ള് ഇതിന് സ്പ്രേ ചെയ്ത് കാണും. ഒരിക്കലും അങ്ങനെ ഒരാൾ യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും എനിക്ക് അത്രത്തോളം ബഡ്ജറ്റൊന്നും ഇല്ല. അപ്പോൾ ഇതൊരു 4 തവണയെങ്കിലും യൂസ് ചെയ്യണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനത് വാങ്ങിച്ചത് തന്നെ. അപ്പം സംഭവം അഴുക്ക് നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. സംഭവം ഇത് കണ്ട, ഇതിപ്പോൾ പക്ഷേ അതിങ്ങനെ സ്റ്റിക്കി ആയിട്ട് നിൽക്കും. ഈ അവസ്ഥ ഉണ്ട്. ഇവിടെ ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തതാണ്. ഇവിടെ ക്ലീൻ ചെയ്യാനുണ്ട് ഇനി.
അപ്പോൾ അഴുക്ക് ഇങ്ങനെ ഇളകി വരും. നമ്മൾ പിന്നെ അതൊരു കോട്ടൺ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഇളകിയൊക്കെ വരുന്നുണ്ട്. ഈ ഗ്യാപ്പൊക്കെ ഉണ്ട്, ഗ്യാപ്പിൽ അഴുക്ക് പോലും ഇളകിയൊക്കെ വന്നിട്ടുണ്ട്. സംഭവം അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട്. വലിയ ഭീകര പെർഫോമൻസ്, അടിച്ച അപ്പം തന്നെ അഴുക്ക് ഇളകി വരുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ച് വാങ്ങിക്കണമെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. എന്നാൽ നല്ലതായിട്ട് പണിയെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നല്ല യൂസ്ഫുള്ളാണ് ഈ സാധനം. ഇപ്പോൾ നമ്മൾ 2 പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് നോക്കി. ചെയിൻ ലൂബിൻ്റെ കാര്യത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്കൊന്ന് ഇതുവരെ മോട്ടിവുടെയും മറ്റേ കുറേ റോൾ ഓൺ അങ്ങനെ പല ബ്രാൻഡിൻ്റെയും ചെയിൻ ലൂബ് ഞാൻ യൂസ് ചെയ്തു. പക്ഷേ അതിനൊക്കെ നല്ല റിസൾട്ട് എനിക്കിത് കിട്ടിയിട്ടുണ്ട്. ചെയിൻ ലൂബിൻ്റെ ലൈഫാണെങ്കിലും എനിക്കൊരു 400 കിലോമീറ്റർ വരെയൊക്കെ ഓക്കെ പറയാനൊരു ഫീഡ്ബാക്ക് ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. ഞാൻ 600-ലൊക്കെയാണ് മാറുന്നത്, എന്നാൽ പോലും 400 കിലോമീറ്റർ നല്ല പെർഫോമൻസ് ചെയിൻ ലൂബിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ചെയിൻ ക്ലീനറുടെ ഭാഗത്ത് നിന്ന്, അതായത് പ്രൊമോഷൻ വീഡിയോയിലൊക്കെ ചിലർ കാണിച്ച രീതിയിലുണ്ട്, ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ, അതേപോലെ ഒരു ഭീകര പെർഫോമൻസ് എനിക്ക് തോന്നിയില്ല. എന്നാൽ പോലും അതിൻ്റെ പണി അത്യാവശ്യം ചെയ്യുന്നുണ്ട്. വലിയ മോശമൊന്നും പറയാനില്ല. പ്രൊമോഷൻ വീഡിയോ പോലെ അത്ര ഒരു ഭീകര പെർഫോമൻസ് അത് എയിം ചെയ്ത് മേടിക്കണമെന്നില്ലെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ചാനൽ വീഡിയോ ഷെയർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം.